ദാരുണമായ സംഭവമാണ് ഇന്ന് അരങ്ങേറിയിരിക്കുന്നത്. വനപാലകർക്ക് പോലും കാട്ടാനിന് രക്ഷയില്ലാത്ത ഒരവസ്ഥയാണുള്ളത്. CPIയുടെ നേതാവ് പൊറ്റശ്ശേരി മണികണ്ഠൻ്റെ അഭിപ്രായത്തിൽ മണ്ണാർക്കാട് തിരുവിഴാംകുന്ന് കച്ചേരിപ്പറമ്പിലാണ് ദാരുണമായ ഏറെ ദുഃഖകരമായ സംഭവം ഉണ്ടായത്. ഫോറസ്റ്റ് വാച്ചറായി താൽക്കാലിക വേതനാടിസ്ഥാനത്തിൽ നിയമനം കിട്ടിയിട്ടുള്ള ഷൈജു ആണ് ഇന്ന് കാട്ടാന ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഷൈജു പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ്. അച്ഛൻ മരണപ്പെട്ടു, അമ്മയും സഹോദരങ്ങളും അടങ്ങുന്നതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം. ഈ കച്ചേരിപ്പറമ്പ്, തിരുവിഴാംകുന്ന്, അമ്പലപ്പാറ ഉൾപ്പെടെ അട്ടപ്പാടി ഉൾപ്പെടുന്ന മണ്ണാർക്കാട് അസംബ്ലി മണ്ഡലത്തിൻ്റെ പരിധിയിൽ ഏതാണ്ട് ഒരു വർഷത്തിനുള്ളിൽ 8ഓളം ആളുകളാണ് ഇപ്പോൾ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടത്. ഇതിനൊരു ശാശ്വത പരിഹാരം അടിയന്തരമായി ഉണ്ടാക്കേണ്ട സാഹചര്യമുണ്ട്. കേരളത്തിലെ മലയോര മേഖലകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിൽ പല MLAമാരും മുൻകൈയെടുത്തുകൊണ്ട് ജനവാസ മേഖലകളിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങി വരാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങൾ പാലക്കയത്തെ തച്ചമ്പാറ, കാഞ്ഞിരപ്പുഴ, കരിമ്പ ഉൾപ്പെടുന്ന കോങ്ങാട് മണ്ഡലത്തിലെ മലയോര മേഖലയുടെ 27 കിലോമീറ്ററുകൾ ഫുൾ കവറേജ് ചെയ്തുകൊണ്ട് ഹാങ്ങിങ് ഫെൻസിങ്, അതായത് തൂക്കി വേലി നിർമ്മിച്ചുകൊണ്ട് ആ വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നതിന് ശക്തമായ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുകയുണ്ടായി. അതിൽ MLA ഫണ്ട് ഉൾപ്പെടെ അതിൽ വകയിരുത്തിക്കൊണ്ടാണ് മാതൃകാപരമായ അത്തരമൊരു പദ്ധതി നടപ്പാക്കുന്നത്. ഇവിടെ വന നിയമം സ്വാഭാവികമായും കേന്ദ്രത്തിൻ്റേതാണ്. മുൻകാലങ്ങളിൽ ലഭ്യമായിരുന്നതുപോലെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളോ അതിനനുസരിച്ചുള്ള ഫണ്ടിങ്ങോ കേന്ദ്ര സർക്കാർ തരുന്നില്ല. കിഫ്ബി എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. MLAമാർക്കും അത്തരം പദ്ധതികൾ MLA ഫണ്ടിൽ നിന്നും ആസ്തി വികസന ഫണ്ടിൽ നിന്നൊക്കെ ഉൾപ്പെടുത്തി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ മണ്ണാർക്കാട് മണ്ഡലത്തിൻ്റെ ഒരു പ്രദേശത്തും MLA ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ മാതൃകാപരമായ ഒരു പ്രതിരോധ മാർഗവും നാളിതുവരെ സ്വീകരിക്കപ്പെട്ടിട്ടില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ സംസ്ഥാന സർക്കാരിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കുക എന്നതിനപ്പുറമായി നാട്ടിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ ആവശ്യമായ പദ്ധതികൾക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ, പഞ്ചായത്തുകളായാലും MLA ആയാലും MP ആയാലും ഇവരൊക്കെ കൂട്ടായ പ്രയത്നത്തിലൂടെ അത്തരം പ്രതിരോധ വഴികൾ, പ്രതിരോധ മാർഗങ്ങൾ കണ്ടെത്തണം. ആ നിലയ്ക്ക് ഇവിടുത്തെ MLA ആയാലും വേണ്ടില്ല, MP ആയാലും വേണ്ടില്ല. ഈ മേഖലയിൽ ഇപ്പോൾ കോട്ടോപ്പാട്, അലനല്ലൂർ ഉൾപ്പെടെ UDF സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ബ്ലോക്കായാലും ഗ്രാമപഞ്ചായത്തുകളായാലും ഇവർക്കൊന്നും ഇക്കാര്യത്തിൽ ഒരു ജനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന അത്തരം ഗൗരവമായ വിഷയത്തിൽ യാതൊരു നടപടിയും സ്വീകരിക്കാൻ ഇവരാരും തയ്യാറാവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആരെങ്കിലും മരണപ്പെട്ട അനുശോചനം രേഖപ്പെടുത്തുക, സർക്കാർ കൊടുക്കുന്ന പൈസ ഒന്ന് വാങ്ങിക്കൊടുക്കുക. ഇതിനപ്പുറത്തേക്ക് ഭാവിയിൽ ഇതുണ്ടാവാതിരിക്കാനും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും എന്ത് നടപടി കഴിഞ്ഞ 10-15 വർഷക്കാലമായി ഒരു സ്ഥലം MLA ചെയ്തു എന്ന് ചോദിച്ചാൽ ബിഗ് സീറോയാണ് ഉത്തരം. ഒന്നും ചെയ്തിട്ടില്ല, ഒരു കാര്യവും ചെയ്തിട്ടില്ല. അദ്ദേഹം ചെയ്യുന്ന ഏക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരണപ്പെട്ട ആളുകൾക്ക് സംസ്ഥാന സർക്കാർ 10 ലക്ഷം രൂപ ധനസഹായം നൽകുന്നുണ്ട്. ആ പൈസ കൊടുക്കുന്ന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും, ഇത് കൊടുക്കും, സന്തോഷവാനായി തിരിച്ചു പോകും എന്നതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ ദുരിതമകറ്റാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തില്ല എന്നതാണ് ഉത്തരം. ഇവിടെ ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് വീണ്ടും പോവുകയല്ല. ഇവിടെ മരണപ്പെട്ടയാളുടെ കുടുംബത്തിന് വളരെ അടിയന്തരമായി ധനസഹായം നൽകുന്നതിന് വേണ്ടി ഗവൺമെൻറ് മന്ത്രി AK ശശീന്ദ്രനുമായി 10-15 മിനിറ്റുകൾക്ക് മുമ്പാണ് ഫോണിലൂടെ ബന്ധപ്പെട്ടത്. താൽക്കാലികമായ 5 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം നാളെ തന്നെ DFO വിതരണം ചെയ്യും. തുടർന്ന് മറ്റ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുന്ന മുറയ്ക്ക് 5 ലക്ഷം കൂടെ ഇപ്പോഴത്തെ ഗവൺമെൻറ് ഡയറക്ഷൻ പ്രകാരം സെൻട്രൽ ഗവൺമെൻറ് 6 ലക്ഷം രൂപയും സംസ്ഥാന ഗവൺമെൻറ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉൾപ്പെടുത്തിക്കൊണ്ട് 4 ലക്ഷം ഉൾപ്പെടെ 10 ലക്ഷം രൂപയാണ് ഇപ്പോൾ നൽകി വരുന്നത്. കൂടാതെ സംസ്ഥാന ഗവൺമെൻറ് ഇവരുടെ മരിച്ച കുടുംബത്തിലെ ഒരാൾക്ക് ജോലി കൊടുക്കുന്നതിനാവശ്യമായ പ്രപ്പോസൽ കൊടുക്കാൻ നാളെ തന്നെ മണ്ണാർക്കാട് DFOന് ഇന്ന് തന്നെ മന്ത്രി വിളിച്ച് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കുടുംബത്തിൻ്റെ ഭാവി സുരക്ഷിതമാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും ഗവൺമെൻറ്. അത് മന്ത്രി വ്യക്തമായി ഇന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. മന്ത്രിയുടെ പ്രതിനിധി നാളെ ആ പൈസ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. നമുക്കിവിടെ വേണ്ടത് സ്ഥിരമായി ഇതിനൊരു പരിഹാരം ഉണ്ടാവുക എന്നതാണ്.
ആ പരിഹാരമുണ്ട്. കഴിഞ്ഞ ദിവസം മോമാക്ക ഇടത്തനാട്ടുകര ഉപ്പുകുളത്താണ് മോമാക്ക എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട കൃഷിയും തൻ്റെ തോട്ടത്തിൽ പോയപ്പോൾ അവിടെ കാട്ടാൻ്റെ ചവിട്ടേറ്റ് മരണപ്പെട്ടത്. ഇപ്പോൾ സേനയിലൊരു അംഗത്തിനാണ് ദാരുണമായ ഇത്തരമൊരു അപകടം ഉണ്ടായിട്ടുള്ളത്. അട്ടപ്പാടിയിലെ 4 ആദിവാസികളാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടത്. അങ്ങനെ പല പ്രദേശങ്ങളിലും ഇതൊരു നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ വനവിസ്തൃതി രാജ്യത്ത് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നൊരു സംസ്ഥാനമാണ് കേരളം. സ്വാഭാവികമായും വന്യമൃഗങ്ങൾ ഇനിയും അവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ചുള്ള ഇതിനകത്തു നിന്ന് പുറത്തേക്ക് വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലെങ്കിൽ വലിയൊരു പ്രതിസന്ധിയിലേക്ക് കേരളത്തിൻ്റെ മലയോര മേഖലകളിലെ ജീവിത സാഹചര്യം മാറും. ഗവൺമെൻറ് ബന്ധപ്പെട്ട എല്ലാ ത്രിതല പഞ്ചായത്തുകളും MLA MP-യും ഗവൺമെൻറ്റുമൊക്കെ ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്നതാണ് സൂചിപ്പിക്കാനുള്ളത്.